ശ്രീ എം ജയചന്ദ്രൻ, ഈ ഇടത് സർക്കാർ സെസ് കൂട്ടിയത് ഉൾപ്പെടെയുള്ള പല നയങ്ങളുമാണ് ഇന്നത്തെ സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്നുകൂടി ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ പറയുകയുണ്ടായി. അതെ അതെ, അത് വളരെ കൃത്യമാണല്ലോ, ശരിയാണല്ലോ അല്ലേ? എന്നിട്ടാണല്ലോ റജിക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയാ. ഇപ്പൊ ബി റജിയാണല്ലോ കോൺഗ്രസ് സഹയാത്രികനായി ചർച്ചയിലിരിക്കുന്നത്. അദ്ദേഹം പക്ഷെ അത് പറയാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? പിന്നെ അതുപോലെ തന്നെ ഇപ്പോ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കിട്ടാനുള്ള കുടിശ്ശിക, ഗവൺമെന്റിന് കിട്ടാനുള്ള കുടിശ്ശിക, അതിന്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞു. റജി ഇപ്പൊ കുറച്ചുകൂടെ കൃത്യതയോടെ ആ കാര്യം പറയുകയും ചെയ്തു. അദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പൊ അടുത്ത് ജയസൂര്യൻ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മൻമോഹൻ സിംഗിന്റെ കാലത്ത് പിന്നെ 148 ലക്ഷം കോടി രൂപയാണ് കടം എടുത്തിരുന്നത്, മറ്റ് പല ബോണ്ട് ഉൾപ്പെടെ പല വിധത്തിലും. അത് 320 ലക്ഷം കോടിയോ മറ്റായിട്ട് തിരിച്ചു കൊടുക്കേണ്ടി വന്നല്ലോ. അപ്പൊ അതിന്റെ പേരിൽ ഇവിടെ ഇന്ത്യയിൽ ഒന്നും നടത്താൻ കഴിയില്ല, ഒരു സ്റ്റേറ്റിലും അർഹമായ ഒരു വിഹിതവും കൊടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചാൽ കോൺഗ്രസ് എന്ത് പറയും? പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അല്ലേ? അത് ശരിയാണ് കേട്ടോ, അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ശരിയാണ് എന്ന് കേട്ടങ്ങ് അംഗീകരിക്കുമോ ശ്രീ ബി റജി? അപ്പൊ ഗവൺമെന്റുകൾ, മുഖ്യമന്ത്രി എപ്പോഴും അവകാശപ്പെടുന്നില്ല ഗവൺമെന്റുകൾ തുടർച്ചയാണെന്നുള്ളത്. ഗവൺമെന്റുകൾ തുടർച്ചയാണെങ്കിൽ അതിന്റെ നേട്ടവും കോട്ടവുമല്ല തുടർച്ചയുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. അതല്ലാതെ ഗവൺമെന്റിന് കൈമാറി വരുന്ന അനുകൂലമായ നേട്ടങ്ങൾ ഒപ്പവും പ്രതികൂലമായ മറ്റ് പ്രശ്നങ്ങൾ എതിരായിട്ട് വിരിക്കട്ടെ എന്ന് കരുതിയാലല്ലോ ഒരു ഗവൺമെന്റിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതല്ലല്ലോ ഗവേണൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ താങ്കൾ പറഞ്ഞത്, ശ്രീ ബി റജി പറഞ്ഞത് ധവളപത്രത്തിന്റെ കാര്യമാണ് പ്രധാനമായിട്ട് ഊന്നി പറഞ്ഞത്. ധവളപത്രത്തിന് പിന്നെ അതിനുള്ള സമയം കൊടുക്കണ്ടേ? ഏതാണ് അപ്പൊ ധവളപത്രത്തിന് സമയം? അത് റജി ഒന്നും പറഞ്ഞില്ലല്ലോ. കാരണം നമ്മൾ സാധാരണ കണക്കാക്കുന്നത്, ധരിക്കുന്നത് മാർച്ച് 31 അതാണല്ലോ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്. ഇന്ത്യയിൽ അതാണല്ലോ. അപ്പൊ കേരളത്തിലും ആ മാർച്ച് 31 ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് കണക്കാക്കിയായിരിക്കും ധവളപത്രത്തിന്റെ ഒരു മാനകം അവർ എടുത്തു വെക്കുക. UDF ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മുഖ്യമന്ത്രി വി ഡി സതീശനാണെങ്കിലും എടുക്കുക ആ ഒരു ഡേറ്റ് ആയിരിക്കും. അതല്ലാതെ പിന്നെ അവതരിപ്പിക്കുന്നത് ജൂൺ 15, ഉദാഹരണം ജൂൺ 15 ജൂൺ 14 കണക്ക് ഇതാ എന്ന് പറഞ്ഞ് വെക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ വെക്കാനും പറ്റില്ലല്ലോ, ഒരു ഗവൺമെന്റ് അല്ലേ ചെയ്യുന്നത്. അപ്പൊ മാർച്ച് 31 ആയിരിക്കും ആ ഫിനാൻഷ്യൽ ഇയർ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള പിന്നെ അസറ്റ് ലയബിലിറ്റീസ് അത്തരം സ്റ്റേറ്റ്മെന്റ് തന്നെ വിശദമായിട്ട് കൊണ്ടുവരും. അതാണല്ലോ സംഭവിക്കുക. നമ്മൾ സംസാരിക്കുന്നത് ജൂൺ മാസം 2-ാം തീയതി അല്ലേ റജി? നമുക്കിപ്പോ ഇതിപ്പോ ഈ 2 ആഴ്ചയായുള്ളൂ ക്യാബിനറ്റ് അധികാരത്തിൽ വന്നിട്ട്, ശരി. പക്ഷെ ഈ 1, 2, 3 ക്യാബിനറ്റ് യോഗങ്ങളിൽ എത്രയോ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായതായിട്ട് നമ്മൾ കേട്ടു ഇല്ലേ? ഞാനതിവിടെ എണ്ണി പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയും, താങ്കൾക്കും അറിയുന്നതല്ലേ. അപ്പൊ ആ പ്രഖ്യാപനങ്ങൾക്ക് ഈ വന്ന ഗവൺമെന്റ് തന്നെയല്ലേ ചെയ്തത്. ആശമാർക്കുള്ളതാണെങ്കിലും മറ്റ് പല മേഖലകൾക്കുള്ളതാണെങ്കിലും ഒക്കെ ചെയ്തത് പിന്നെ ഈ ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ ആ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയും, ചെയ്യണമെന്ന് വിചാരിച്ചാൽ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഭാഗത്ത്. മറുഭാഗത്ത് പിന്നെ ധവളപത്രത്തിന്റെ പേരിൽ വേണമെങ്കിൽ നീട്ടിക്കൊണ്ടുപോകാം എന്നുള്ളത് മറുഭാഗത്ത്. ഇത് പക്ഷെ പ്രശ്നം അതല്ല. നിങ്ങൾ ഇത്തരത്തിലുള്ള തീക്ഷ്ണമായ ഒരു സാഹചര്യം കേരളം അഭിമുഖീകരിക്കുന്നു. മറ്റുള്ള സ്റ്റേറ്റുകളിലെ പോലെ ഇവിടെ കുറയ്ക്കാൻ കഴിയില്ല. ഞാൻ അതിനോട് യോജിച്ചല്ലോ. നമ്മുടെ പ്രധാനപ്പെട്ട റവന്യൂ വരുമാനം, ഈ നികുതി വരുമാനമാണ് പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അതിനോട് യോജിച്ചുകൊണ്ടാണ് വിമർശനം ഉന്നയിക്കുന്നത്. അപ്പൊ അതിൽ എന്താണ് ഒരു ലോങ് ടൈം പ്ലാനും ഷോർട്ട് ടൈം പ്ലാനും കാണുമല്ലോ ഒരു ഗവൺമെന്റ് ആകുമ്പോൾ. ഇപ്പൊ ഒരു ഷോർട്ട് ടൈം പ്ലാൻ ഇതാണ് ഞങ്ങളുടേത്, ലോങ് ടൈം പ്ലാൻ ഇന്നതാണ്, അങ്ങനെ തന്നെ പറയേണ്ടത്. ഒരു ഗവൺമെന്റ് ആകുമ്പോൾ, മുഖ്യമന്ത്രി ആകുമ്പോൾ, നിയമസഭയാകുമ്പോൾ അങ്ങനെയല്ലേ അഡ്രസ് ചെയ്യേണ്ടത്. അതല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല, എല്ലാം ധവളപത്രത്തിൽ തരാം എന്ന് പറയുന്നത് ഒളിച്ചോട്ടമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഇപ്പോഴും നിൽക്കുന്നത് അതാണ് ഒളിച്ചോട്ടം.